ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം നമ്മൾ എത്തിയിരിക്കുന്നത് ഏയോൺ മാളിലെ ഫുഡ് കോർട്ടിലാണ്. നമ്മൾ എപ്പോൾ ഏയോൺ മാൾ വരുമ്പോഴും ഈ ചെയറുകളൊക്കെ ഫുള്ളാണ്. വിയറ്റ്നാമിലെ ജനങ്ങൾ കൂടുതലായും ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇതുപോലുള്ള മാളിലെ ഫുഡ് ഏരിയയിലാണ്. ഇനി നമുക്ക് കുറച്ച് ഫുഡുകൾ പരിചയപ്പെടാം. ഈ കാണുന്നത് റൈസ് പേപ്പർ കൊണ്ടുള്ള റോളുകളും ചിക്കൻ കൊണ്ടുള്ള പല വെറൈറ്റി ഡിഷുകളുമാണ്. ചിക്കൻ പോപ്കോൺ, നഗറ്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള ചിക്കൻ വിഭവങ്ങൾ. ഇതിൻ്റെ വില വിവരങ്ങളും അവർ മുകളിലായി എഴുതി വച്ചിരിക്കുന്നു. 100 ഗ്രാംസിൻ്റെ വിലകളാണ് നമുക്കിവിടെ കാണാവുന്നത്. ഈ കാണുന്ന കോംബോകളിലായി ലഭിക്കുന്ന ഫുഡുകളാണ് വിയറ്റ്നാമിൽ കൂടുതലായും വിൽക്കപ്പെടുന്നത്. ഈ കോംബോകളിൽ പലതരം ഫുഡുകൾ അടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ആയാലും വെജിറ്റബിൾസ് ആയാലും ബൻസ് ആയാലും അങ്ങനെയുള്ള എല്ലാം അടങ്ങിയ ഒരു കോംബോ. അടുത്തതായി നമ്മൾ കാണുന്നത് പലതരം ഫ്രൈഡ് ഐറ്റംസ് ആണ്. ചിക്കൻ തന്നെ പലതരത്തിൽ കട്ട് ചെയ്ത് പലതരത്തിൽ കുക്ക് ചെയ്തെടുക്കുന്നു. അതിൽ തന്നെ സ്റ്റീം ചെയ്തതും ബാർബിക്യൂ ചെയ്തതും ഉൾപ്പെടുന്നു. ഇതിൻ്റെ ഒരു സൈഡിലായി പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസും നമുക്ക് കാണാം. ചില ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ വില 100 ഗ്രാംസിൻ്റെയും ചിലതിൻ്റെയൊക്കെ പെർ പീസിൻ്റെയുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ KFCയെ പോലെയുള്ള വിയറ്റ്നാമിലെ ലോക്കൽ ചിക്കനാണ്. വിയറ്റ്നാമിൽ ചിക്കൻ ഫ്രൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് മധുരമുള്ള ഒരു തരം സോസുകളും അവർ ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇതിൻ്റെ കൂടെ തന്നെ പലതരം സോഫ്റ്റ് ഡ്രിങ്ക്സുകളും നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയി പിന്നെ കാണാം. ഈ കാണുന്നതൊക്കെ പലതരം വെറൈറ്റി ഫുഡുകളാണ്. ഇതിനെ ഇവിടെ സുഷി എന്നറിയപ്പെടുന്നു. സുഷി ഒരു ജാപ്പനീസ് ഫുഡാണ്. കോൾഡ് റൈസുകൾ കൊണ്ട് റോളുകൾ ഉണ്ടാക്കി അതിലേക്ക് റോ മീറ്റ്സോ വെജിറ്റബിൾസോ എഗ്സോ ഒക്കെ ആഡ് ചെയ്ത് സെർവ് ചെയ്യുന്നതാണ് സുഷി. സുഷിയെ കൂടാതെ ഇവിടെ പലതരത്തിലുള്ള ഫുഡ് കോംബോകളും കാണാൻ പറ്റുന്നുണ്ട്. കോംബോകൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ചിക്കനും റൈസും എഗ്ഗും ലീവ്സും വെജിറ്റബിൾസും സീ ഫുഡ്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൻ്റെ വിലകളൊക്കെ ഏകദേശം 35,000 VND മുതൽ 1,20,000 VND വരെയാണ്. കോംബോകളുടെ സൈസ് അനുസരിച്ചും അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഐറ്റംസിൻ്റെ എണ്ണം അനുസരിച്ചും വിലകളിൽ വ്യത്യാസം വരുന്നു. പലതരം മീറ്റ്സ് ബോളുകളാക്കി ഒരു സൂപ്പ് പോലുള്ള ദ്രാവകത്തിൽ ഈർക്കിൽ കൊടുത്ത് അതിലേക്ക് ഇറക്കി വച്ചിരിക്കുന്നു. വിയറ്റ്നാമിലെ കുട്ടികൾക്കാണ് ഇത്തരം ഫുഡുകളോട് ഏറെ പ്രിയം. ഈ ഫുഡുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ തന്നെ വ്യത്യസ്ത ഇനം മീറ്റുകൾ ലഭ്യമാണ്. ക്രാബ്സ്, ചിക്കൻ, അതുകൂടാതെയുള്ള പലതരം സീ ഫുഡ്സുകൾ, അങ്ങനെ പലതരം വിഭവങ്ങൾ കൊണ്ടാണ് ഈ ഐറ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവ കഴിക്കുന്നതും പലതരം സൂപ്പുകൾ ചേർത്താണ്. അത്തരം സൂപ്പുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഫുഡുകൾ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ വിയറ്റ്നാമിലെ ജനങ്ങൾ കൂടുതലായും സൂപ്പുകൾ ഉപയോഗിച്ചു വരുന്നു. ഇവിടെ വീടുകളിലെ ഫുഡുകളായാലും അവർ റൈസുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അതിനു പകരം ഹോട്ട് പോട്ടുകൾ പോലെ പോട്ട്സിൽ തന്നെ ദ്രാവക രൂപത്തിലുള്ള സൂപ്പുകൾ ഉണ്ടാക്കി അതേ സൂപ്പുകളിൽ തന്നെ പലതരം വെജിറ്റബിൾസും ലീവ്സുകളും കൂടാതെ പലതരം മീറ്റ്സുകളും ആഡ് ചെയ്ത് ബോയിൽ ചെയ്ത് സൂപ്പുകൾ പോലെയാണ് അവർ ഉപയോഗിച്ചു വരുന്നത്. ഈ ഫുഡുകളുടെ കോംബോകൾ കാണുമ്പോഴും നമുക്കൊന്നും മനസ്സിലാക്കാം. ഇതൊരു സമീകൃത ആഹാരങ്ങളുടെ കോംബോ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടയായാലും ചിക്കനായാലും റൈസായാലും ഇലക്കറികളായാലും വെജിറ്റബിൾസ് ആയാലും എല്ലാം അടങ്ങുന്ന ഓരോ തരം കോംബോകൾ. ഈ കാണുന്നത് നമ്മൾ കുച്ചി ടണലിൽ കണ്ട റൈസ് ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ റോൾസ് ആണ്. ഈ റോൾസിനും വിയറ്റ്നാമിൽ ഏറെ പ്രിയമാണ്. വെജിറ്റബിൾസും സീ ഫുഡും ചിക്കനുമൊക്കെ കുക്ക് ചെയ്ത് റൈസ് പേപ്പറിൻ്റെ ഉള്ളിൽ റോൾ ചെയ്തുണ്ടാക്കിയെടുക്കുന്നതാണ് ഇത്തരം റോളുകൾ.
അടുത്ത സെക്ഷനിൽ കൂടുതൽ ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തതും പലതരം ഡ്രിങ്ക്സുകളുമാണ്. ഫ്രൂട്ട്സുകൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് പാക്ക് ചെയ്തു വച്ചിരിക്കുന്നു. ഫുഡ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് കൂടെ കഴിക്കാൻ പറ്റുന്ന പലതരം ഡ്രിങ്ക്സുകളാണ് ഈ കാണുന്നത്. ഈ ഡ്രിങ്ക്സുകളൊക്കെ വിയറ്റ്നാമിൽ ലഭിക്കുന്ന പലതരം ഫ്രൂട്ട്സുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ ചോളപ്പൊരിയാണ്. ഇതിൻ്റെ വില ഇവിടെ 30,000 VND. പലതരം ബ്രെഡ്സുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ബ്രെഡ്സുകളൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നതും കൂടുതലാണ്. ഈ ഫുഡുകളൊക്കെ ഇവിടെ നിന്നും വാങ്ങിയാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.